ബന്ധം പലതരത്തിൽ, നമ്മൾ അമ്പലത്തിൽ പോകുന്ന ആളാണ്, അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്നൊക്കെ ആളുകളുമായിട്ടൊക്കെ പോകുന്ന വ്യക്തിയാണ്. മാത്രമല്ല ഞാൻ ഒരു അമ്പലത്തിന്റെ ഉത്സവ കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു പഠിക്കുന്ന കാലത്ത്. അപ്പൊ ഞാൻ അന്നേ മനസ്സിലാക്കിയ ഒരു ഹൈന്ദവ ആചാര തത്വമുണ്ട്. ദേവപ്രശ്നം വച്ചിട്ടാണ് ദേവഹിതം മനസ്സിലാക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു തിയറി. അപ്പൊ ഏത് ക്ഷേത്രത്തിലും താന്ത്രിക ജ്ഞാനികളെ വിളിച്ച്, തന്ത്രാചാര്യൻ വിളിച്ച് ദേവപ്രശ്നം വയ്ക്കും. പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യത്തിൽ ദേവപ്രശ്നം വയ്ക്കും. പക്ഷേ സാങ്കേതികമായി ദേവപ്രശ്നം വയ്ക്കാതെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണം, അമ്പലം തുറന്നിരിക്കുന്ന സമയമാണെന്ന് വിചാരിക്കുക. ഇത് ഞാൻ പോറ്റിമാരിൽ നിന്നും ആചാര്യന്മാരിൽ നിന്നും തന്ത്രിമാരിൽ നിന്നും ആഗമശാസ്ത്രവും താന്ത്രിക ശാസ്ത്രവും ഒക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഞാനിപ്പോ വീഡിയോ പറയുന്നത്. സാങ്കേതികമായി പറഞ്ഞാൽ അമ്പലം തുറന്നിരിക്കുന്ന സമയത്താണ് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ദേവൻ കാണുന്നു. പക്ഷെ അപ്പോൾ ഒരു ചോദ്യമുണ്ട്, അമ്പലം അടച്ചിരിക്കുന്ന സമയത്ത് ദേവനില്ലേ? ഉണ്ട്. സർവ്വവ്യാപിയാണ്. തൂണിലും തുരുമ്പിലും സകല ചരാചരങ്ങളിലും ആത്മാവിലും പരമാത്മാവിലും എല്ലാം ഇരിക്കുന്ന ചൈതന്യം തന്നെയാണ് ദേവൻ. പക്ഷെ എങ്കിലും നമ്മൾ പറയുമല്ലോ, സ്ഥാപനം തുറന്നിരിക്കുന്ന സമയത്ത്, ഓഫീസ് തുറന്നിരിക്കുന്ന സമയത്ത് നടക്കുന്നതും അടച്ചിരിക്കുന്ന സമയത്ത് നടക്കുന്നതും രണ്ട് ചെറിയ വ്യത്യാസം പറയും പോലെ, അമ്പലം അടച്ചിരിക്കുന്ന സമയത്താണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ അത് ദേവഹിതമല്ല, ദേവന് ഇഷ്ടപ്പെട്ട കാര്യമല്ല എന്നുള്ളൊരു ചിന്ത വരും. അപ്പൊ അമ്പലം തുറന്നിരിക്കുകയാണെങ്കിൽ ദേവന് ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതാണ് ഈ ഇതൊക്കെ കൊടുക്കലും എണ്ണ കൊടുക്കലും പല കാര്യങ്ങളുണ്ട്. പൂജയുടെ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, എനിക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ പോകുന്നില്ല. പക്ഷെ ഇവിടെ രാജീവ് കണ്ഠരരുവിന്റെ അടുത്ത് ദേവസ്വം ബോർഡ് കത്ത് കൊടുക്കുന്നു, സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റാം.